ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. മിന്റ് റൈസ് ആണ്, അതായത് നമ്മുടെ പുതിനയില കൊണ്ടുള്ള നല്ല അടിപൊളി ചോറാണ്. ഭയങ്കര ടേസ്റ്റാണ്. മിന്റിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമാവും, 100% ഗ്യാരണ്ടി. അപ്പം ഇത് ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം, പക്ഷെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പിന്നെ വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ മിന്റ്, മല്ലി ഒക്കെ, വെളുത്തുള്ളി അതൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മിന്റ് ഒരു 2 പിടി പുതിനയില ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 പിടി മല്ലിയില, 1 പിടി തേങ്ങ, ബാക്കി 1 പിടി. പിന്നെ സവാള, ഇത്രയും സവാള വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ഫസ്റ്റേ ഉള്ളൂ, പകുതി സവാള മതി. പിന്നെ 1 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 1 ഇഞ്ചി, 2 വെളുത്തുള്ളി. ഇത്രയും നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം. അതിനുശേഷം ഈ മിക്സിയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അരയ്ക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. പിന്നെ വേണ്ടത് ചോറ് ബസ്മതി ബിരിയാണി അരിയില്ലേ, ബസ്മതിയിൽ ബിരിയാണി അരി എന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്തിലരിക്കിട്ടില്ലേ, ആ അരിയാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതൊരു 2 ബൗള് ചോറുണ്ട് കേട്ടോ. പിന്നെ സവാള, തക്കാളി, 1 തക്കാളി, 1 സവാള, പിന്നെ ക്യാരറ്റ് ഇതുപോലെ നീളത്തിലരിയണം. അത് കുറച്ചൊരു 2 ഇഞ്ച് നീളത്തിലൊക്കെ അരിഞ്ഞാൽ മതി. പിന്നെ കുറച്ച് ജീരകം, കുരുമുളക് പൊടി, കാഷ്യൂനട്ട്. ജീരകവും കുരുമുളക് പൊടിയും കുറച്ച് മതി, 1 നുള്ളു മതി. പിന്നെ കാഷ്യൂനട്ട് ഒരു 10 എണ്ണം. പിന്നെ അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് അരയ്ക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ കുറച്ച് മതി. പച്ചമുളക്, എരിവ് കുറവുള്ളതാണെങ്കിൽ വേണമെങ്കിൽ 2 എണ്ണം ഇടാം. ഞാൻ ഇച്ചിരി എരിവുള്ളതായതുകൊണ്ട് 1 ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ സവാള കുറച്ച് മതി, ഇത്രയും മതി, ഒരു 1/4 ഭാഗം ഒക്കെ മതിയാവും. പിന്നെ തേങ്ങ ഇത്രയായിട്ട് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ഞാനിത് അരയ്ക്കാൻ പോവാണ്. അതൊക്കെ അരച്ച് കഴിഞ്ഞു. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യാകുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആവണേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നെയ്യ് ചേർത്തത്. അത് നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നിങ്ങളിത് പുലാവായിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് എല്ലാം വറുത്തിട്ട് നമ്മൾ ആ പേസ്റ്റും കൂടെ ഇട്ടിട്ട് അരി അതിനകത്തേക്ക് കുക്കറിനകത്തേക്ക് തന്നെ ഇട്ട് വേവിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ റൈസ് അല്ലാതെയാണ് ഉണ്ടാക്കിയേക്കണേ. ജീരകമൊക്കെ ഇട്ടു, പിന്നെ കാഷ്യൂനട്ട് ഇട്ടു. ഇനി എന്നിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ നിറം മാറുമ്പോൾ നമുക്ക് ബാക്കി ചേർക്കാം. ഓക്കെ, സവാള ഇട്ടു. സവാള കുറച്ച് ഒരു സവാള, ചെറിയ സവാളയാണ് കേട്ടോ. അത് നീളത്തിൽ അരിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ചെറിയൊരു സവാളയുടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക കേട്ടോ.
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി മതി കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് ക്യാരറ്റ് മതി. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ മറ്റ് കോളിഫ്ലവറുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചേർക്കാം. പട്ടാണി അപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഇതും ടേസ്റ്റാണ്. ഇപ്പം വെജിറ്റബിൾസൊക്കെ കുട്ടികളെ കൊണ്ട് കഴിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം, ഇങ്ങനൊരു പണി. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഒരു ഇച്ചിരി ഉപ്പ് ചേർത്താറുണ്ട്. ഇനി ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ ആദ്യം, പുതിനയും മല്ലിയിലയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പച്ചമുളക്, അത് ഇതിനകത്തേക്ക് ചേർക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുകയാണ്. ആ വെള്ളത്തിൽ കിടന്നിട്ട് ഈ ക്യാരറ്റൊക്കെ വെന്തോളും. കുക്കറിലാണെങ്കിൽ ഈ സമയം ഇത് എല്ലാം കുക്കറിൽ ചെയ്യുക. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ അരി ചേർക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേവിച്ച് വെച്ച അരി ആയതുകൊണ്ട് അവസാനം ചേർത്താൽ മതി. എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഓക്കെ, ഇതേ വെള്ളം നന്നായിട്ടുണ്ട്. ഈ വെള്ളം ഒരു മുക്കാലും വറ്റുമ്പോൾ വേണം നമ്മളിനി ചോറ് ചേർക്കേണ്ടത്. കണ്ടില്ലേ, വെള്ളമുണ്ട്. കുരുമുളക് പൊടി ഇല്ല, അത് ഞാനിപ്പോൾ ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം വറ്റി വരുന്നുണ്ട്. വെള്ളം കാലും വറ്റുമ്പോഴാണ് ഞാൻ പറയലേ, വറ്റുമ്പോഴാണ് ചോറ് ചേർക്കണേ. വേവിച്ച് വെച്ചേക്കുന്ന ബിരിയാണി റൈസാണ്. ഇതേപ്പോൾ മുക്കാലും വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. കുറച്ചധികം വെന്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം
ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് പോലത്തെ മിൻറ്റ് റൈസ് ആണിത്. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരി കിടക്കണം എന്നില്ല. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ ഒരു 2-3 മിനിറ്റ് വേവിക്കുക. മല്ലിയിലയും പുതിനയിലയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മിൻറ്റ് റൈസ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഹെൽത്തി, ടേസ്റ്റി ആൻഡ് ഈസി. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.